ഹലോ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താ പ്രശ്നം? പുല്ല എവിടെയാണ്? വീട്ടിലുള്ള അന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ പുലിനെ പൂട്ടിയിടുക, പുറത്തുനിന്ന് കുറ്റിയിടുക, ആരും ഉള്ളിൽ കയറരുത്, പുലിനെ ഉപദ്രവിക്കരുത്. ഓക്കെ? ഹലോ ഫയർഫോഴ്സ്. പശു കിണറ്റിൽ വീണോ? കുടിക്കുന്ന വെള്ളത്തിൽ കിണറ്റിൽ വീണോ? എവിടാ സ്ഥലം? ആ അറിയാം, ഇപ്പത്തി. ഹലോ പോലീസ് സ്റ്റേഷൻ. എന്താണ്? കള്ളനോ? എവിടെ? പൂട്ടി വെച്ചിട്ടുണ്ടാ? വെരി ഗുഡ് വെരി ഗുഡ്. അതെ, ഒരു കാരണവശാലും തുറക്കരുത് കേട്ടാ. ഇത് എവിടെയാ? സ്ഥലം എവിടെയാ? പറഞ്ഞല്ലുണ്ട് മോള് നോക്കിപ്പോയി. എന്താണ്? എന്തേ? പോയിട്ട് വാ, എന്താ കാണിച്ചു തരാം. എന്താടാ? ഇത് കാണുന്നുണ്ടാ? എന്തേ? തേനീച്ച കുത്തിയതായത്. പടച്ചോനെങ്കി എന്തിനാണ് അതിന്റെ ചോട്ടി പോയി നിക്കണേ? ഞാൻ പുരയിലെ കക്കൂസിൽ വെള്ളയിലേറ്റ് പെങ്ങളെ വീട്ടിലേക്ക് കക്കൂസ് പോയത് അതിനോടി. അന്നേരം കിട്ടിയത്. ഇനി വേറെ സ്ഥലത്തൂടി എന്റെ എനക്കൂടെ പറപ്പിക്കണ്ടേക്ക്. 420 പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ തേനീച്ച കൊടുത്ത് മാറ്റിയല്ലേ പിലാവ് മുറിക്കുന്നില്ല. മുറിച്ച് കളഞ്ഞോന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാനാ? എന്നിട്ടാണ് എന്റെ ബാക്കിയുള്ള ഭാഗം കൂടി കുത്തി നശിപ്പിക്കൂല്ലേ? അല്ല ഈ എന്നിട്ട് ഇപ്പൊ അതിലെന്താ മഞ്ഞൾ തേച്ച് വെച്ചേ? പിന്നെ മഞ്ഞളാക്കാണ്ട് ഞാൻ ആക്കണ്ടേ? അതിന്റെ മുള്ളെടുത്ത് കളഞ്ഞാ എന്നെ കൊണ്ട് ഇരുന്നുണ്ടെങ്കിൽ പഴുക്കോ? ആ കൊമ്പീന്റെ കൊമ്പ് ഞാൻ വെട്ടി മാറ്റി നിങ്ങൾ പോയി തൂക്കാനെ വിളിക്കണം. പെരാന്തെടുക്കുന്നിട്ട് അങ്ങനെ ഓനവിടെ തുള്ളലും കൂട്ടി കുത്തിരി. നിങ്ങളോട് ഈ സാധനം എടുത്ത് മാറ്റി എത്ര കാര്യം ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ കവിള് നോക്കാം നിങ്ങൾക്ക്. എന്റെ ചന്തി ഏതാ കവിള് ഏതാ തിരിയാത്ത അവസ്ഥയിലായിരിക്കും. പിന്നെ കുത്തിയില്ലേ? അല്ല ഞാൻ പറയാ ഒരിക്കലും എന്നെ കുത്തി എനിക്ക് കുത്തണെന്ന് പറയാ. നിങ്ങൾ എന്തെന്നാന്ന് ഞാൻ വെറുതെ അങ്ങോട്ട് കാര്യം വന്നാണ്ടല്ലോ. നിങ്ങൾക്ക് എന്നെ തിരിഞ്ഞിക്കില്ല. അറിയാലോ നിങ്ങൾക്ക് വേണ്ടത്തെ കാര്യമല്ലോ. അല്ല സുധിയെ, ഇതിപ്പോ ഞമ്മള് നട്ടു വളർത്തിയ തേനീച്ചക്കൂടൊന്നും അല്ലല്ലോ സുധി, അത് മനസ്സിലാക്കി. ഇതിപ്പോ എന്റെ പെരയിലാണെങ്കിലും ഞമ്മളെ കുത്തിയാൽ എന്താക്കി എന്താ പറയാ? എന്റെ പുരയിൽ ഇത് കൂട് കൂട്ടിട്ട് അന്നേരം ഞാൻ കാഴ്ച ചെയ്തില്ല. എന്നാലേ ഞാൻ പറയാതെ ഓന്റെ വീട്ടിൽ പോയിട്ടൊന്ന് കൂട് കൂട്ട്. ഓൻ എന്താ ചെയ്തോട്ടെ. ഈ കുത്തിയും കൊണ്ട് ഞാനങ്ങ് വന്നാണ്ടല്ലോ. ചക്കയുടെ മുഴുപ്പായില്ലേ കൂട്? നിങ്ങളുടെ കണ്ണി പെട്ടില്ലേ അത്? സദാചേട്ട നിങ്ങളെ ഭർത്താനം കേട്ടാ നമ്മള് രണ്ടാളും കൂടി പിടിച്ച് വലുതാക്കാൻ തോന്നുന്നല്ലോ. നിങ്ങൾ 24 മണിക്കൂർ പെരക്കകത്ത് കയറിയിരിക്കണോണ്ട് നിങ്ങൾക്ക് കുത്ത് കിട്ടണില്ല. ഇതിലൂടെ കിട്ടില്ല നിങ്ങളൊന്നും പറയരുത്. എത്ര കുത്ത് എനിക്ക് കിട്ടിയെന്ന് അറിയോ? അല്ല അത് നാട്ടുകാരെ കവിളത്ത് ഞങ്ങൾ തേനെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് മുറിച്ച് മാറ്റി കൊടുന്ന പിന്നെ എന്തും അലാക്കിലെ ഭർത്താനാക്കി പറയണത്. ഈ ഒരു തേനീച്ചക്കൂട് കാരണം ഇത്രയും നല്ലൊരു പ്ലാവ് മുറിച്ച് മാറ്റി ഒരു 15 കൊല്ലം കഴിഞ്ഞ് എനിക്ക് അതിനത്ര ബലട്ടു. നിങ്ങൾക്ക് പ്ലാവാണ് വരുന്നല്ലേ? പിന്നെ അല്ലാണ്ട് ഇക്കിന്റെ പ്ലാവന്നല്ലേ വലുത്. നിങ്ങൾ ഇത്രയും കാലം ഇത് കണ്ടിട്ടില്ല ഇവിടെ? ഞാൻ ഈ വർത്തമാനം പറയാൻ മാത്രം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് കൂട്ടായിട്ട് നിന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക. അല്ലാണ്ട് ഇന്നെ വെളിയെ വന്നിങ്ങനെ ചീത്തറിഞ്ഞോണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ പറയും, ഞാൻ കൊടുക്കാം. മുറിച്ച് മാറ്റല്ലാണ്ട് വേറെ പറയും. വല്ലാണ്ട് തൊള്ളർക്കണ്ട. ആയിട്ടുള്ള കൂടി പാഞ്ഞു വന്ന് കുറ്റി അലമ്പാക്കും തന്നെ. കഴിച്ചലായി. ഇത് ഇപ്പൊ പിഴിഞ്ഞ ഒരു 5 ലിറ്റർ തേൻ കിട്ടും. എനിക്കറിയാൻ നിങ്ങൾ പോലും അറിയാണ്ട് ഞാൻ എടുത്തോണ്ട് പോകും. എന്നാ പിയാൻ അറിയുന്ന ആരെങ്കിലും കൊണ്ടുവരുന്നേ പിഞ്ഞ് കൊണ്ടേക്കോളി. നമുക്ക് തേനും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, അത് ഒഴിവായി കിട്ടിയാ മതി. മിക്ക തേനൊന്നും വേണ്ടത് എന്റെ ആവശ്യമല്ല. ഇവിടെ ആൾക്കാർക്ക് ശല്യമാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഞാൻ പീന്നതിന് മുന്നേ ഇതിന്റെ അടുത്ത് മാറ്റിക്കോളി. ഇപ്പൊ ഇങ്ങനെ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് വന്നത്
എങ്ങോട്ടും പോയിക്കൂടെ കുത്തുകൊണ്ടാ പിന്നെയും ചത്തുവല്ലേ മൊയ്തൂക്ക അതിന്റെ മുന്നത്തെ ചില്ലാണ് പോയി. അത് ഓട്ടിപ്പോയി. ആ ശരി. എടാ ചില്ലില്ലെങ്കിൽ പിന്നെ തേനീച്ച വന്നെ മുഖത്ത് കുത്തൂല ഹിമാറേ. തേനീച്ചക്ക് അറിയാവുന്ന ചില്ലിന്റെ കാര്യം നിങ്ങൾ പേർക്ക് അതൊന്നും പറയണ്ട. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണോ? ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ല നിങ്ങളെ വയ്യ മുടക്കുവാ. വയ്യ മുടക്കി? ആ മുടക്കും. എങ്ങനെയാണ് വയ്യ മുടക്കുക? എങ്ങനെയാ മുടക്കുമെന്ന് അറിയാം നിങ്ങൾക്ക്? എങ്ങനെ മുടക്കുക? ഇപ്പൊ ഞാൻ ഇതിന്റെ താഴത്തെ കൊമ്പ് ഞാൻ തൂങ്ങി വരിക്കുവാ. സുജയ് മാണ്ടാത്ത കാര്യം ചിന്തിക്കണ്ടോ. ഇവിടെ കൂട്ടായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. പരിഹാരം ഉണ്ടാക്കണ്ട് കൂട്ടായിട്ട് വന്ന് കുത്തൂപ്പല്ലോ. മെമ്പറെ എന്താ ഇത്? ഇങ്ങോട്ട് ഇറങ്ങിയേ. ഇറങ്ങി താഴോട്ട് മെമ്പറെ ഇറങ്ങ്. ഞാൻ ഇവന്റെ കാറിൽ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവന് നിങ്ങൾ പിടിച്ചിറക്കി. ഇവന് തേനീച്ചല്ല കാട്ടുകടന്നലാ കുത്തേണ്ടത്. നിങ്ങൾ പിടിച്ചിറക്കി. ഇതെന്താ? എന്നെ കൊണ്ട് പറപ്പിക്കെടുത്തോ. നിങ്ങൾ പെരക്ക് പോകാൻ നോക്കിയത്. ഞാൻ പറയാ കാര്യം. ഇത് കൊറേ കാലം അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു തേനീച്ച കൂട്. ഇത് ചെറിയതായിരുന്നു ഞാൻ പറഞ്ഞു എടുത്ത് മാറ്റി ലിപ്പിയുടെ വലിയതായി. ഇപ്പൊ എത്ര കുത്തായിരിക്കും കിട്ടിയത് നിങ്ങൾ അറിയാം. ഇപ്പൊ അവസാനമായിട്ട് കിട്ടിയ എന്റെ മെമ്പർ മോളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. നിങ്ങളൊക്കെ വർത്താനം കേട്ടാ വിചാരിക്കും ഞാനും സൂര്യൻ കൂടി നട്ട് വളർത്തനാണിതെന്ന്. നമ്മൾ നട്ട് വളർത്തിയത് പ്ലാവാണ്, അല്ലാണ്ട് തെനിച്ചു കൂടല്ല. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാരണം നിങ്ങളെ പഞ്ചായത്ത് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കി. അല്ല മൊയ്തുക്ക, അപ്പൊ നിങ്ങളുടെ പറമ്പിലല്ലേ ഈ പ്ലാവും തേനീച്ചൊക്കെ? പഞ്ചായത്ത് ഇപ്പൊ എന്ത് ചെയ്യാനാണ് ഇതില്? ഈ ആ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോയിട്ട് പറയും ഇതിനൊന്നും എടുത്ത് മാറ്റാൻ. ആ മൊയ്തുക്ക, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഫോറസ്റ്റിൽ അങ്ങ് പോയി പറയും. കാട്ടിലോ? അല്ല മൊയ്തുക്ക, ഫോറസ്റ്റ് ഓഫീസില്. അതിന് തേനീച്ച മൃഗാണോ? അതിന് മൃഗ അല്ല, ഈ തേനീച്ച ഇതൊക്കെ ഫോറസ്റ്റിന്റെ അണ്ടറിലാണ് വരിക. നിങ്ങൾ ഓരോട് പോയി പറയും. ആണോ? അപ്പൊ ഈ ഫോറസ്റ്റിന്റെ ഓഫീസ് എവിടെയാണ് മോളെ? നമ്മുടെ ഓവർസിയർ ശശാങ്ക സാറില്ലേ, പുള്ളിന്റെ വീടിന്റെ അപ്പുറത്തന്നെ തന്നെ പോയാ മതി. അപ്പൊ ഈ ഇപ്പൊ അങ്ങോട്ടാ പോണു? ഞാൻ പഞ്ചായത്തേക്ക്. അപ്പൊ മോളൊരു കാര്യം ചെയ്യും, അങ്ങോട്ട് പോണ വഴി ആ ഫോറസ്റ്റ് ഓഫീസിൽ ഒന്ന് കേറിയിട്ട് പറയും ഇവിടെ മൊയ്തുക്കാന്റെ തേനീച്ചനെ കൊണ്ട് പ്രശ്നമാണ്, ഒന്ന് എടുത്ത് മാറ്റിയെന്ന്. അല്ല ഇത്ത, അവിടെ ഇന്ന് കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കണതാ. എനിക്ക് അങ്ങോട്ട് പോണം സമയത്ത്. കോഴിക്കുഞ്ഞ് കുത്തിയാൽ ആരും ചാവൂല, കുത്തിയാ ചാവൂ. അല്ലത്ത, നിങ്ങളുടെ പറമ്പിലല്ലേ ഇരിക്കണം, നിങ്ങളല്ലേ പോയി പറയട്ടെ. ഇപ്പൊ ഞാനെന്ത് കേട്ടാണ്? സൂറ, ഞാൻ പോയിക്കോളാം, ഫോറസ്റ്റ് ഓഫീസിൽ നമ്മൾ പോയിക്കോളാം. അല്ല അപ്പൊ അതെന്താ ഓള് അങ്ങനെ ഇല്ലല്ലോ നമ്മളോട് പറഞ്ഞത്. ഇവിടെ വോട്ട് ചോദിച്ചു വരുമ്പോ എന്താ പറഞ്ഞ നിങ്ങളുടെ എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതൊക്കെ പോയിട്ട് നടത്തുന്നല്ലേ. അതിന് തേനീച്ചന്റെ പ്ലാവിന്റെ കാര്യം പഞ്ചായത്ത് പോകണം ഞങ്ങൾ പറയണേ. പിന്നെ അല്ലാതെ ഇന്റെ തേനീച്ചനോട് ഞാൻ പറയാണ്, ഇതിന് കുത്തണം എന്ന് തോന്നുമ്പോ 4 കുത്ത് ഓക്കട്ടെ കുത്തിക്കോ. ഇവിടെ വെറുതെ ഇങ്ങനെ നടക്കാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ഫോറസ്റ്റിൽ പോയി പറഞ്ഞ് പറയാം. സാറേ, രണ്ടുപേര് കാണാൻ വന്നേക്കണ്. ആനക്കേസാ? അല്ല, എന്തോ ഒരു ഈച്ചക്കേസാ. ഈച്ചക്കേസാ? ആ, എന്നാ വരാൻ പറയും. എന്താ സാറേ, ഞമ്മളെ പേര് മൊയ്തു. ഇത് നമ്മളെ കെട്ടിയോളാണ് സൂറ. സാറിന്റെ പേരെന്താ? എൻ്റെ പേര് ബേബി എന്ന് പറയും. പെണ്ണുങ്ങളെ പേരാ? പെണ്ണുങ്ങളല്ല, ആണുങ്ങളെ. എൻ്റെ പേരാ. സാറിന്റെ പേരാണ്. അപ്പൊ നമ്മള് വന്നെന്താ വെച്ചാലേ, നമ്മളെ പെരയിൽ ഒരു പ്ലാവുണ്ട്. അത് വിൽക്കാൻ വന്നാ? അല്ലല്ല, ആ പ്ലാവ് കൊണ്ട് ഇപ്പൊ നമ്മള് വലിയ അടങ്ങാറില്ല. ഈ പ്ലാവിന്റെ മേലെ ഒരു തേനീച്ചക്കൂടുണ്ട് സാറേ. തേനീച്ചക്കൂട് പണ്ട് ചെറുതേനി, ഇപ്പൊ അതേ കൂടി വലുതായിയാണ്. അപ്പൊ പിന്നെ ഇഷ്ടം പോലെ തേനൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ആ തേനൊക്കെ അടക്കട്ടെ, അതുകൊണ്ടല്ല ഇപ്പൊ ഈ തേനീച്ചക്കൂട് കൊണ്ട് ഞങ്ങളിപ്പോ ആകെ അടങ്ങാറായിട്ട് നിൽക്കുക. എന്താ അടങ്ങറ്? കാരണം ഇതിന്റെ മേലെ തേനീച്ചകൾ വന്നിട്ട് അയൽവാസികളൊക്കെ കുത്തുക, നമ്മളെയും കുത്തുക. എത്ര കുത്താ കിട്ടണ വെച്ചിട്ടാ? അതുകൊണ്ട് അപ്പൊ നാട്ടുകാർ മുഴുവൻ വന്ന് പരാതി പറയാ. ഇനി പോര് പറഞ്ഞ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്ന. അപ്പോഴാണ് റാണി പറയണത് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടാ പറയേണ്ടത്. തേനീച്ചല്ല റാണിയാ? അല്ലല്ല, നമ്മുടെ വാർഡ് മെമ്പറേ, വാർഡ് മെമ്പർ റാണി. ഇവിടെ വന്ന് പറയാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് പറയേണ്ട, ഓരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വന്നിട്ട് ആ തേനീച്ച കൂടെ ഒന്ന് മാറ്റി തരണം. എന്ത് വർത്താനം? ഏത് റാണിക്ക് എന്തൊക്കെയാ പറഞ്ഞുകൂടായി? ഞങ്ങൾ ഈ കാട്ടിലെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാ, നാട്ടിലെ കാര്യങ്ങളല്ല. അതേ ഓള് പറഞ്ഞല്ല, തേനീച്ച മൃഗല്ലേ. തേനീച്ച മൃഗോ? തേനീച്ച മൃഗാണ്. ആരെ പറഞ്ഞേ? ഓള് പറഞ്ഞേ അത് ഫോറസ്റ്റിന്റെ വകുപ്പിൽ പെടുന്നാന്ന് അറിഞ്ഞോളൂ. അപ്പൊ ഓളെ വീട്ടിൽ പോയിരുന്ന കോഴിയൊക്കെ മൃഗ ആയിരിക്കും. കോഴിക്ക് ഇപ്പൊ രോഗം വന്നാൽ മൃഗാശുപത്രിയിലല്ല കൊണ്ടുപോകല്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ഇത് ഞങ്ങളെ സെക്ഷനിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. ഇത് അല്ലല്ല, ഞങ്ങളതിൽ ഒതുക്കൂല. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാലേ കാട്ടിലെ മൃഗങ്ങളെ, അതായത് ആന, പുലി, സിംഹം, അത് നേരെ മറിച്ച് നിങ്ങളെ വീട്ടിലൊരു പുലി വരികയാണെങ്കിൽ
അറിയിച്ചോളി, സ്പോട്ടിൽ ഞങ്ങൾ എത്തും. അല്ല സാറേ, പുലിയൊക്കെ വലുതല്ലേ, തേനീച്ച എത്രയേ ഉള്ളൂ ഇത്. അല്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾ കംപ്ലീറ്റ് ഈ മൃഗങ്ങളെ, ഈ ടാർസനെ കഥ വായിച്ചിട്ടുണ്ടോ നിങ്ങള്? ടാർസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലി, സിംഹം, ആന, കരടി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ മൂപ്പര കമ്പനിക്കാരുള്ളൂ. തേനീച്ചയായിട്ട് സവാസം ഈ ടാർസൻ ഉണ്ടോ? ഇല്ലല്ലോ, ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഈ വനപാലകരും. ആ, അതല്ല, ഈ തേനീച്ചന്റെ പേരെന്താ? തേനീച്ച എന്നാണ് എല്ലാരും പറയണത്. ജാതിയോ? ജാതിയോ? ആ, തേനീച്ചക്ക് എന്താണ് ജാതി മതം? അത് മനുഷ്യന്മാർക്കുള്ളതല്ലേ. ഉദാഹരണത്തിന് ആ. എപ്പിസ് ഫ്ലോറിയ, ആ ചെറിയ തേനീച്ച. ആ, എപ്പിസ് സെറാന ഇൻഡിക എന്ന് പറഞ്ഞാൽ എന്താ? വലിയ തേനീച്ച. നിങ്ങൾക്ക് വിവരം ഉണ്ടല്ലോ. അല്ല, ഇത് ചെറുതാകുമ്പോ മറ്റോ വലുതാവുമല്ലോ. എന്റെ സാറേ, ഇത് ഇപ്പൊ പേരെന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഐറ്റങ്ങൾ വന്ന് കുത്തിയിട്ടെങ്കിൽ നല്ല കടച്ചിലായിരിക്കും, ഇങ്ങനെ വീർത്തു വരും. ചെറിയ തേനീച്ചയാണെങ്കിൽ നല്ല തേനായിരിക്കും. അല്ല, തേനല്ലല്ലോ ഇപ്പൊ ഇവിടെ വിഷയോ. ആ. ഇതിപ്പോ തേനീച്ചനെ ഒഴിവാക്കാനാണല്ലോ നമ്മൾ നോക്കണേ. ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഏ? ഇത് ഫയർഫോഴ്സാ. അതിനാ തീ പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തായാലും ഈ കടന്നലിന് തീ കൊടുത്ത് നശിപ്പിക്കേണ്ടത് ഫയർഫോഴ്സ് ആണ്. അപ്പൊ തീയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫയർഫോഴ്സാ ചെയ്യാ. അല്ലതിപ്പോ അവിടെ ഇവിടെ അങ്ങനെ പറഞ്ഞു നടന്നാൽ എങ്ങനെയാണ്? തേനീച്ചനെ ഒഴിവാക്കാതെ നടക്കൂല. നാട്ടില് വലിയ പ്രശ്നമായിക്കണ്. ഇത് ഫയർഫോഴ്സിലാണ് പറയേണ്ടതെന്ന് മൂപ്പര് പറഞ്ഞില്ലേ? അങ്ങനെ പറയുന്നത് ഇപ്പൊ തേനീച്ചനോ മൂപ്പരിക്കൊന്നും ഒന്ന് നോക്കിയാൽ എന്താണ്? നിങ്ങൾ ഈ തേനീച്ചേനെ ഒഴിവാക്കുക മൊയ്യില്ലണ മാതിരിയല്ലേ ഇത്? ഇതിന് കുറെ റിസ്ക്കാ. ഒരു പറഞ്ഞല്ലോ നമുക്ക് ആടെ പോവാന്ന്. പിന്നെ ആ. തേൻ കിട്ടുകയാണെങ്കിൽ ലേശം ഇവിടെ ഒന്ന് എത്തിക്കണം. അതിനത് അത് ഞങ്ങളെ വനവകുപ്പാടെ തേന്. അത് ശരി, തേന് മാത്രമേ ഞങ്ങൾ വകുപ്പുള്ളൂ, തേനീച്ചങ്ങളെ വകുപ്പ് പെടൂല അല്ലേ? അങ്ങനെയല്ല, അപ്പൊ നമ്മള് ഫയർഫോഴ്സിൽ പോവാം. അത് അല്ലേ? നന്നാവുക. ആ. നമ്മളിങ്ങനെ ഈ താടി മീശയൊക്കെ നീട്ടിയ ഒരു പോലീസുകാരനെ ആദ്യമായിട്ട് കാണുക. പോലീസുകാരനല്ല, ഏ? വനവകുപ്പാണ്. അല്ല, ഏത് വകുപ്പായാലും. ഞാന് മലയ്ക്ക് പോകുന്നുണ്ട്, ശബരിമലയ്ക്ക്. ഓ, ശബരിമലക്ക് പോകുന്നുണ്ട്. ആ. സൂക്ഷിച്ചും കണ്ടൊക്കെ പോയിക്കോളി, വഴി വളരെ മോശമാണ് കേട്ട്. അവിച്ച് പോയ അല്ല, ഇനി ഇപ്പൊ നിങ്ങൾ എന്താണ് ഏ? അങ്ങോട്ട് പോവാ? ഫയർഫോഴ്സിൽ പോവാ. എന്തിനാണ് അവിടെ ഇവിടെ പോയിട്ട് തേനീച്ച എന്തേ? നിങ്ങളല്ല സ്വാമി സാറിന. അയ്യോ, നിങ്ങൾക്ക് പറ്റുമോ തേനീച്ചന്റെ? അല്ല, നിങ്ങൾ പോയി പറ്റൂലെന്ന് പറഞ്ഞില്ല സൂറജ്. പറ്റൂലെന്ന് പറഞ്ഞാല് നാട്ടുകാരന്റെ വായിരിക്കണതൊക്കെ പറയാം നമുക്ക്. ഒരു സ്റ്റീൽ പാത്രം നിലത്ത് വീണ സൗണ്ട്. എന്ത് വെറുപ്പിക്കലാണപ്പോ. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.